അഡിനോയിഡുള്ള കുട്ടികളിൽ അവർക്ക് മൂക്കടപ്പും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാത്രമല്ല ഉണ്ടാകുന്നത്. പലപ്പോഴും പാരൻസ് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ആ കുട്ടിയുടെ മാനസിക അവസ്ഥയാണ്. ഈ വീഡിയോയിൽ അഡിനോയിഡുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ഇമോഷണലായിട്ടും ബിഹേവിയറലായിട്ടുള്ള പല മാറ്റങ്ങളും അവരുടെ അവസ്ഥകളുമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും പരിഹരിക്കണമെന്നും നമുക്ക് നോക്കാം. ഈ അഡിനോയിഡിൻ്റെ പ്രശ്നമുള്ള കുട്ടി രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നു. ഇനി ഉറങ്ങുന്നതാണെങ്കിൽ തന്നെ വായ തുറന്നാണ് ഉറങ്ങുന്നത്. ഒരിക്കലും ഒരു ക്വാളിറ്റിയുള്ള സ്ലീപ്പ് അല്ല ഈ കുട്ടിക്ക് കിട്ടുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയ കുട്ടിക്ക് എഴുന്നേൽക്കണം, പഠിക്കണം, കളിക്കണം, എല്ലാ ആക്ടിവിറ്റീസും കുട്ടിക്കുണ്ട്. ഇതിങ്ങനെ ഒരു വിശ്രമമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ദിവസങ്ങൾ പോകുന്ന സമയം പോയാൽ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ബിഹേവിയറിലും കുറേശ്ശെ ചേഞ്ചസ് വന്നു തുടങ്ങും. വളരെ സാധുവായിരിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ദേഷ്യം പെട്ടെന്ന് കണ്ടു തുടങ്ങും. ഒപ്പം തന്നെ ചെറിയ കാര്യത്തിന് പോലും വളരെ വൈകാരികമായിട്ട് അവർ കരയുന്ന പോലെ നമുക്ക് കാണാം. അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയും. പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തതുപോലെ ആയിരിക്കും. ഒരു സ്ഥലത്ത് അവർക്ക് അടങ്ങിയിരിക്കാൻ പോലും പലപ്പോഴും ബുദ്ധിമുട്ട് കാണിക്കും. ഒപ്പം തന്നെ ഒന്നും അനുസരിക്കാത്ത ഒരു വൃത്തികെട്ട വാശിയും. പലപ്പോഴും മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇതിനൊരു അനുസരണക്കേടായിട്ടോ അല്ലെങ്കിൽ കുട്ടി കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. പലപ്പോഴും ആ കുട്ടി വളരെ മോശമായിട്ട് പെരുമാറുന്നതല്ല, ആ കുട്ടി അത്രയ്ക്കും ക്ഷീണിതനാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, അഡിനോയിഡിൻ്റെ പ്രശ്നമുള്ള കുട്ടികൾ എപ്പോഴും വളരെ ക്ഷീണിതനായിട്ടാണ് നമ്മൾ കാണുന്നത്. രാവിലെ ഉറങ്ങി എണീറ്റാൽ പോലും തീരെ ഫ്രഷ് അല്ല. അവർക്ക് പകൽ സമയത്തൊക്കെ ഇറിറ്റബിലിറ്റി വളരെ കൂടുതലായിരിക്കും. സോഷ്യലി അവർ സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ വിഡ്രോ ചെയ്യുന്ന പോലെ കുട്ടികളുടെ ഒപ്പം കളിക്കാതെയോ അവരുടെ ആക്ടിവിറ്റീസിലൊന്നും ഇൻക്ലൂഡഡ് ആവാതെ മാറിയിരിക്കും. ഈ അഡിനോയിഡിൻ്റെ പ്രശ്നത്തിന് ഒപ്പം തന്നെ കുട്ടിക്കൊരു ക്രോണിക് അലർജി കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? തുടർച്ചയായിട്ടുള്ള മൂക്കടപ്പും തുമ്മലും രാത്രി വായ തുറന്നുള്ള ഉറക്കം, ഇതൊക്കെ കുട്ടിയുടെ കോൺസെൻട്രേഷനെ ബാധിക്കും. കുട്ടി മൊത്തത്തിൽ ആൾ ഫെഡപ്പ് ആവും. ഇവിടെയാണ് ഇത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ചികിത്സിക്കണം എന്നതിൻ്റെ ഉത്തരം. കാരണം അഡിനോയിഡ് എന്ന് പറയുന്നത് ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല, പലപ്പോഴും മാനസികമായിട്ടും കുട്ടീനെ തളർത്തുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ വളർച്ച, ശ്രദ്ധ, പഠനം, ആത്മവിശ്വാസം, ഒപ്പം പെരുമാറ്റവും തീരുമാനിക്കുന്നത്. പലപ്പോഴും ട്രീറ്റ്മെൻറ്റിന് വന്നതിന് ശേഷം രണ്ടാമത്തെ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് പാരൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടിയുടെ അസുഖം കുറഞ്ഞു എന്നതിനേക്കാൾ കുട്ടി കൂടുതലായിട്ട് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, പഠനത്തിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ചെവി കുറച്ചും കൂടെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇത് റൈറ്റ് ഡയറക്ഷനിലാണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരുമ്പോൾ ഒറ്റയ്ക്ക് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് അങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു അസുഖമല്ല അഡിനോയിഡ് ഹൈപ്പർട്രോഫി. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ക്രോണിക് അലർജി കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാത്ത കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഇവാലുവേഷൻ എടുത്ത് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കേണ്ടതാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കുട്ടി ഒരു വാശിക്കാരനാണെന്ന് മുദ്ര കുത്തുന്നതിന് മുന്നേ ആ കുട്ടിയുടെ ഉറക്കം പ്രോപ്പറാണോ എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് പിന്നിൽ ചിലപ്പോൾ ഒരു അഡിനോയിഡ് ഹൈപ്പർട്രോഫിയോ ക്രോണിക് അലർജിയോ ഉണ്ടായിരിക്കാം. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ചികിത്സ എടുക്കുക. നിങ്ങളുടെ കുട്ടിക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയോ അല്ലെങ്കിൽ അലർജിയോ കൂട്ടത്തിൽ ഇതുപോലത്തെ വാശിയോ ഹൈപ്പർ ആക്ടിവിറ്റിയോ എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അലർജിയെ പറ്റിയിട്ടും അഡിനോയിഡ് ഹൈപ്പർട്രോഫിയെ പറ്റിയിട്ടും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.